Hello students, ഇന്ന് ഞാൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ കോവാലന്റ് ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ബോണ്ട് പാരാമീറ്റേഴ്സ്. അപ്പോൾ കോവാലന്റ് ബോണ്ടുമായി ബന്ധപ്പെട്ട bond enthalpy, bond length, bond angle and bond order. Okay? ഇവ ബോണ്ട് പാരാമീറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പോൾ കോവാലന്റ് ബോണ്ട്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ ആൻഡ് ബോണ്ട് ഓർഡർ known as bond parameters. And first bond parameter is bond enthalpy. Okay, bond enthalpy എന്താണ് നമുക്ക് നോക്കാം. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സം എമൗണ്ട് ഓഫ് എനർജി, ഒരു നിശ്ചിത അളവ് എനർജി റിലീസ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് H2 എടുക്കാം. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് H2 ഉണ്ടാവുമ്പോൾ, മീൻസ് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു ബോണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ അവിടെ എന്താണ്, ഒരു നിശ്ചിത അളവ് എനർജിയെ പുറത്തേക്ക് വിടുന്നു. അങ്ങനെയാണെങ്കിൽ the same amount of energy is required to break the bond between two hydrogen atoms. ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ എത്ര എമൗണ്ട് എനർജിയാണോ നേരത്തെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ പുറത്തേക്ക് വിട്ടത്, അത്ര തന്നെ എമൗണ്ട് എനർജി ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനും ആവശ്യമാണ്. ദിസ് ഈസ് കോൾഡ് ബോണ്ട് എൻതാൽപ്പി. Okay, that means what is meant by bond enthalpy? Bond enthalpy is defined as the amount of energy required to break 1 mole of bonds of a particular type in a gaseous molecule. ഒരു gaseous moleculeലെ 1 mole ഒരു particular type bond ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് H2 എന്താ, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജൻ ആറ്റങ്ങളായി മാറുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള എനർജി എത്രയാ? 433 കിലോ ജൂൾ ആണ്. അതായത് 1 മോൾ H2 1 മോൾ HH ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ 433 കിലോ ജൂൾ എനർജി ആവശ്യമാണ്. ഓക്കെ, ദെൻ ഈ ബോണ്ട് എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ 6th ചാപ്റ്റർ ആയ തെർമോഡൈനാമിക്സിലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബോണ്ട് പാരാമീറ്റർ ഈസ് ബോണ്ട് ലെങ്ത്. What is meant by bond length? ബോണ്ടിങ്ങിൽ പങ്കെടുത്ത രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലമാണ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് ഈസ് ദ internuclear distance between two bonded atoms in a molecule. Bond length is the internuclear distance between the internuclear distance between the two bonded atoms in a molecule. അപ്പോൾ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലമാണ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് പൈക്കോമീറ്ററിലാണ്. ബോണ്ട് ലെങ്ത്തിന്റെ യൂണിറ്റ് പൈക്കോമീറ്റർ ആണ്. ബോണ്ട് ലെങ്ത്സ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പൈക്കോമീറ്റർ. Then the bond lengths are measured by X-ray diffraction method and electro diffraction method. Okay,
ഒരു മോളിക്യൂളിലെ എന്താണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ആറ്റങ്ങളുടെ ബോണ്ട് ലെങ്ത് എന്താണ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബോണ്ട് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആകുമ്പോൾ ബോണ്ട് മൾട്ടിപ്ലിസിറ്റി കൂടി, ഒരു ബോണ്ട് അധികം വന്നു അല്ലേ. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ വീണ്ടും ബോണ്ട് മൾട്ടിപ്ലിസിറ്റി കൂടി, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ബോണ്ട് മൾട്ടിപ്ലിസിറ്റി ഏറ്റവും കൂടുതൽ ഇതിനാണ് ട്രിപ്പിൾ ബോണ്ടിനാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, the multiplicity of the bonds between two atoms brings them close to each other, as a result bond length decreases. അപ്പോൾ ഈ ബോണ്ട് മൾട്ടിപ്ലിസിറ്റി കൂടുന്തോറും ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു. ഓക്കെ, അപ്പോൾ ബോണ്ട് ലെങ്ത് കുറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇപ്പോൾ നമുക്ക് കാർബൺ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. ഓക്കെ, ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, പക്ഷെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് 134 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? Yes, when multiplicity of the bond increases, bond length decreases. അപ്പോൾ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിന് ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, ദ നെക്സ്റ്റ് ബോണ്ട് പാരാമീറ്റർ ഈസ് ബോണ്ട് ആംഗിൾ. എന്താണ് ബോണ്ട് ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കുക, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ട് പെയറുകൾ തമ്മിലുള്ള ആംഗിൾ, ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് തമ്മിലുള്ള ആംഗിൾ ആണ് ബോണ്ട് ആംഗിൾ. നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ബെറിലിയം ക്ലോറൈഡ് BeCl2. അപ്പോൾ ബെറിലിയം combines with the 2 chlorine atom by sharing its 1 valence electron. അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. യെസ്, അപ്പൊ ഇവിടെ BeCl2 സെൻട്രൽ ബെറിലിയം ആറ്റം ഈ സറൗണ്ടഡ് ബൈ 2 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺ. സെൻട്രൽ ആറ്റം, നടുക്കുള്ള ആറ്റം ബെറിലിയമാണ്. ബെറിലിയത്തിന് ചുറ്റുമുള്ള ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 പെയർ അല്ലേ, 2 പെയർ. ഓക്കെ, ഈ രണ്ട് പേരുകൾ തമ്മിലുള്ള ആംഗിൾ, അതായത് അപ്പൊ ഇവിടെ BE സിംഗിൾ ബോണ്ട് Cl സിംഗിൾ ബോണ്ട് Cl അല്ലെ, സിംഗിൾ ബോണ്ട് ആണല്ലോ അല്ലെ, 1 പെയർ. അപ്പോൾ ഈ ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ, രണ്ട് ബോണ്ട് പെയറുകൾ തമ്മിലുള്ള ആംഗിൾ, അതാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ വേറെ എക്സാമ്പിൾ കൂടെ പറയാം. വാട്ടർ. ഓക്കെ, വാട്ടർ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഓക്കെ, ഇവിടെ O സിംഗിൾ ബോണ്ട് H, O സിംഗിൾ ബോണ്ട് H. Okay, oxygen is bonded with the 2 hydrogen atom by single bond. ഇവിടെയും ഓക്സിജൻ ചുറ്റും എത്ര ബോണ്ട് പെയർ ഉണ്ട്? ഒരു ബോണ്ട് പെയർ ഇവിടെ, ഒരു ബോണ്ട് പെയർ ഇവിടെ. ഈ രണ്ട് ബോണ്ട് പെയർ തമ്മിലുള്ള ആംഗിൾ, ഇതാണ് ബോണ്ട് ആംഗിൾ. 104.5 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ in water. Then what is meant by bond angle? The angle between the orbitals containing bond pair of electrons around the central atom in a molecule is called bond angle. Okay, the angle between the orbitals containing bond pair of electrons around the central atom in a molecule is called bond angle. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി നിങ്ങൾ ഓർക്കുക. Bond angle helps in determining the shape of molecule. ബോണ്ട് ആംഗിൾ ഒരു മോളിക്യൂളിന്റെ ബോണ്ട് ആംഗിളിൽ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്ന കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ BeCl2 ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. BeCl2 ഷേപ്പ് ലീനിയർ ഷേപ്പാണ്. വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ ഷേപ്പ് V ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ് ആണ്. V ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ്
ഇത് ഓക്കെ, മോളിക്യൂളിന്റെ ഷേപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വരുന്ന പാർട്ടിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഷേപ്സ് ഓഫ് മോളിക്യൂൾ. ഓക്കെ, നെക്സ്റ്റ് ബോണ്ട് പാരാമീറ്റർ ബോണ്ട് ഓർഡർ ആണ്. ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം ബോണ്ട് ഓർഡർ എന്നത് എന്താണ്? രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ബോൺസിന്റെ എണ്ണമാണ്. ഓക്കെ, in terms of Lewis concept, the bond order is equal to number of bonds between two atoms in a molecule. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? H2 നമുക്കറിയാം. H2 എന്ന മോളിക്യൂളിൽ ഹൈഡ്രാറ്റുകൾ തമ്മിൽ സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളത്? അപ്പോൾ ബോണ്ട് ഓർഡർ എത്രയാണ്? 1 ആണ്. O2 O ഡബിൾ ബോണ്ടോ? ബോണ്ട് ഓർഡർ അപ്പോൾ 2 ആണ്, ഡബിൾ ബോണ്ട്. ഓക്കെ, 2 bonds. Number of bonds 2 between two oxygen atom. N2, the two nitrogen atoms are bonded by triple bond. അല്ലെ, രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണ്. ബോണ്ട്സിന്റെ എണ്ണം 3 ആണ്. അപ്പോൾ ബോണ്ട് ഓർഡർ 3 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു പോയിന്റ് കൂടി ഓർക്കുക. ബോണ്ട് ഓർഡർ ഈസ് ഓൾവേസ് directly proportional to bond enthalpy and inversely proportional to bond length. എന്താണ് മീൻ ചെയ്യുന്നത്? when bond order increases bond length decreases. നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് അല്ലെ, ബോണ്ട് ഓർഡർ 3 ആണ്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് മിനിമം ആണെന്ന് ഞാൻ ബോണ്ട് ലെങ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ബോണ്ട് ലെങ്ത് കുറയും തോറും ബോണ്ട് ഓർഡർ കൂടുന്നു, അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് ലെങ്ത് കുറയുന്നു. അതുപോലെ ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് 3 ബോണ്ട് ഉണ്ട് അല്ലെ, ആ 3 ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സപ്ലൈ മോർ എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ട്രിപ്പിൾ ബോണ്ടിനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് എൻതാൽപ്പി കൂടുന്നു, ബോണ്ട് ലെങ്ത് കുറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ഇന്ന് പറഞ്ഞ ഈ 4 ബോണ്ട് പാരാമീറ്റേഴ്സും വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് ഷേപ്സ് ഓഫ് മോളിക്യൂൾ ആണ്. ഓക്കെ, ഷേപ്സ് ഓഫ് മോളിക്യൂൾ, മോളിക്യൂളിന്റെ ഷേപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.